ആലപ്പുഴ അരൂർ തുറവൂർ മേൽപ്പാത നിർമ്മാണ മേഖലയിൽ കോൺക്രീറ്റ് ഗർഡറുകൾ പിക്കപ്പ് വാനിന് മുകളിൽ വീണ് ഒരു മരണം. പിക്കപ്പ് വാൻ ഡ്രൈവർ ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് മരിച്ചത്. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നും വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. 2:30 സംഭവം. ഓടിക്കൊണ്ടിരുന്ന പിക്കപ്പ് വാനിന്റെ മുകളിലേക്കാണ് ഗർഡറുകൾ വീണത്. 3 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. ഗർഡർ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് സ്ഥലം സന്ദർശിച്ചു. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്നും വീഴ്ചകളുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. നിർമ്മാണ കമ്പനിയായ അശോക ബിൽക്കോണിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടൊരു ഒരു ഹൈഡ്രോളിക് ജാക്കിലാണ്. ഇത് എപ്പോൾ ഫെയിൽ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മളെ സംബന്ധിച്ചോളം അത് കൃത്യമായിട്ട് ഈ ഹൈഡ്രോളിക് ജാക്കി ഫെയിൽ ആയത് സംഭവിച്ചത് തീർച്ചയായിട്ടും അത് വരാൻ പാടില്ലാതെയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചു പോയി. സംഭവം നമ്മൾ ഗതാഗത നിയന്ത്രണം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും തന്നെ നമുക്ക് 28ഓളം മാർഷൽസിനെ ഇവിടെ ഡിപ്ലോയ് ആയിട്ടുണ്ട്. അവിടെ പോലീസിന് ടീമുണ്ട്. അശോക ബിൽഡേഴ്സിന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈഡ്രോളിക് ജാക്കിയുടെ തകരാറാണ് ഗർഡറുകൾ താഴേക്ക് വീഴാൻ ഇടയാക്കിയതെന്നും ഗതാഗതം നിയന്ത്രിച്ചിരുന്നുവെന്നും അശോക ബിൽക്കോൺ കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ വേണുഗോപാൽ പറഞ്ഞു. കടത്തി വിടാറില്ല. അതായത് ലൊക്കേഷനിലെത്തി ബിയറിംഗ് വെക്കേണ്ട ടൈമിലാണ് വാഹനം കടന്നു പോയതാണ് അറിഞ്ഞത്. ഇത് പൂർണ്ണമായിട്ട് നമ്മൾ സ്ഥാപിച്ചെന്ന് പറഞ്ഞാൽ ലൊക്കേഷനിൽ അതിൻ്റെ പൊസിഷനിൽ വന്നതിന് ശേഷമാണ് വാഹനം. പ്രോസസ്സ് അല്ല, ബിയറിംഗ് വെക്കേണ്ട ടൈമാണ്. അപ്പോൾ അത് ആ സമയത്ത് വാഹനങ്ങൾ ഒരു വാഹനം കടന്നു പോയതായിട്ടാണ്. അല്ല, ഇതും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വാഹനം എങ്ങനെ കടന്നു എന്നുള്ളത് അന്വേഷിക്കണം. നിർമ്മാണ കമ്പനിയുടെയും ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും വീഴ്ച ചൂണ്ടിക്കാട്ടി പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. ശ്രദ്ധക്കുറവുണ്ട് എന്ന് വെച്ചാൽ മലയാളികളല്ലല്ലോ ജോലി ചെയ്യണത്, എല്ലാം നമ്മളുടെ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് ബംഗാളിൽ. അപ്പോൾ ജോലിക്കാരെ തടസ്സം ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ തിരക്കൊണ്ട് നമ്മൾ പോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് തടഞ്ഞു നിർത്തുക എന്നുള്ള ഒരു ഇതില്ല. അതേസമയത്ത് അവർ സിഗ്നൽ കാണിക്കേണ്ടവരാണ്, ഇവിടെ തടസ്സം ഉണ്ടാക്കേണ്ടവരാണ്, നമ്മളെ കടത്തി വിടാണ്ട് നോക്കേണ്ടവരാണ് സേഫ്. പക്ഷേ അങ്ങനെയുള്ളൊരു രീതിയിലല്ല ഇവരുടെ നീക്കങ്ങൾ. അവരിങ്ങനെ നോക്കി നിന്നിട്ട് എന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷേ മറ്റുള്ളവർ കടന്നു പോകും. പക്ഷെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അങ്ങനെ വിടാൻ പാടില്ല എന്നുള്ള ഒരു കർശന ഇത് അവരെടുക്കുന്നില്ല. അപകടത്തെ തുടർന്ന് ഈ ഭാഗത്ത് ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എറണാകുളത്ത് നിന്ന് വാഹനങ്ങൾ അരൂരിൽ നിന്നും വഴിതിരിച്ചു വിടുകയായിരുന്നു. ഒരാളുടെ ജീവനെടുത്ത ഈ അപകടമുണ്ടാക്കുന്ന സുരക്ഷാ വീഴ്ചകൾ നിരവധിയുണ്ട്. ആദ്യമായല്ല ഇവിടെ ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. നിർമ്മാണത്തിനിടയിൽ നിരവധി അപകടങ്ങൾ പല ഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുമുണ്ട്. ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കും ഗോപകുമാറിനുമൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.